നമ്മളൊന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഡ്യൂട്ടിക്ക് ചെല്ലുന്നിടം വരെയുള്ളൊരു വീഡിയോ ആണിത്. പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ നമ്മൾ പോകുന്ന വഴികൾ മാത്രം. നമ്മളിത് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഈ റോഡ് ക്രോസ് ചെയ്തു. ആ റോഡ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പിന്നെ കുറുക്ക് വഴിയൊക്കെ ഇല്ലേ, ഒന്നാട്. അപ്പം ഈ വഴിയിലൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലെത്താൻ പറ്റും. ഇവിടെ അങ്ങനെ ബസ് സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. കാര്യം എല്ലായിടത്തും ബസ് സ്റ്റോപ്പുകളുണ്ട്. പക്ഷേ നമ്മൾ റോട്ടിൽ ചെന്ന് നിന്നിട്ട് എവിടെ നിന്ന് കഴിയാമെന്ന് വെച്ചാലും ഒരുവിധം ഒട്ടമിക്ക ബസ്സുകാർ നമുക്ക് നിർത്തിത്തരും. അപ്പോൾ അതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളത് മെയിൻ റോട്ടിലെത്തി. മെയിൻ റോട്ടിൽ ഇവിടെ നിന്ന് ബസ്സിന് അങ്ങനെ നമ്പർ നിൽക്കുന്ന സ്ഥലങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. എല്ലാം തന്നെ അറബിയിൽ എഴുതി വയ്ക്കുന്നത്, ഇംഗ്ലീഷിൽ തന്നെ എഴുതി വയ്ക്കുന്നത് വളരെ റെയറായിട്ട്. അത് കാരണം കൂടുതലും ബസ് നമ്പറുകൾ അനുസരിച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത്. നമ്മൾ ബസ്സിൽ കയറി അടുത്ത സ്ഥലത്ത് ബസ് ഇറങ്ങി അവിടുന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സ്കൂളുകൾക്കൊക്കെ സ്പ്രിംഗ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ സ്കൂളുകളൊക്കെ അവധിയാണ്. അതുകൊണ്ട് റോഡിലൊക്കെ തിരക്ക് ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി തന്നെ ഒത്തിരി നേരം അങ്ങനെ നമുക്ക് റോഡിന് ക്രോസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് പോലെ തന്നെ ഇവിടെയും റോഡ് ക്രോസ് ചെയ്ത് രണ്ട് ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെ ഉള്ളൊരു കുഴിക്കൂടെ കൂടെയാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത്. അല്ലാതെ നമ്മൾ മെയിൻ റോഡിലൂടെ പോകുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കറങ്ങും. വണ്ടി ഉള്ളവർക്കൊക്കെ ഇറ്റ്സ് ബട്ട് നമ്മളിങ്ങനെ ബസ്സിനൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് കട്ട്സല്ലേ പ്രിഫർ ചെയ്യത്തുള്ളൂ. അങ്ങനെ പക്ഷേ ഇപ്പോൾ ഞാനീ പോകുന്ന ഈ വഴിയിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികളൊക്കെ വരാറുണ്ട് കേട്ടോ. അവരും ഈ പറഞ്ഞ നമുക്ക് ട്രാഫിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയിലൂടെ വരാറുണ്ട്. കാര്യം അതിൻ്റെ രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പേസ് ഉണ്ട്. പക്ഷേ ഇന്നിപ്പം ഇതവിടെ ഇങ്ങനെ ഒരു ഇതുകൊണ്ട് വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പില്ല. അല്ലാതെ മിക്കവാറും ഇതിലൂടെ വണ്ടി പാസ് ചെയ്യാറുണ്ട് നമ്മൾ പോകുമ്പോൾ. കുറുക്കോളിന്ന് ചാടി ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഇങ്ങനെ നമ്മൾ വിദേശികൾ, അതായത് ഇന്ത്യക്കാർ, പിന്നെ ഈജിപ്ഷ്യൻസ്, സിറിയൻസ് അങ്ങനെയൊക്കെ ഉള്ളവർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ കാര്യം എല്ലാ ദിവസവും വേസ്റ്റ് എടുക്കാനായിട്ട് വണ്ടി വരും. ഡെയിലി നമ്മൾ വേസ്റ്റ് എടുത്തിട്ട് പോകും. റോഡ് ക്ലീൻ ചെയ്യാനായിട്ട് ആളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയൊന്നും നമ്മൾ ഡോറ് നോക്കിയാൽ മാത്രം നീറ്റായിട്ട് കിടക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു താമസിക്കുന്ന അതൊരു സെപ്പറേറ്റ് ഏരിയയിൽ താമസിക്കും. ഇതിൻ്റെ ഒരു റോഡിൻ്റെ അപ്പുറത്തേക്ക് അറബ്സ് മാത്രം താമസിക്കുന്ന ഏരിയ. പക്ഷേ അവിടെ വീടുകൾ മാത്രം എപ്പോഴും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ടൊക്കെ കിടക്കും. അതൊരു വേറെ ഒരു എന്താ പറയുക, ഒരു വേറെ ഇതായിട്ട് തന്നെ നമുക്ക് തോന്നും. നമ്മളെന്തായാലും ഡ്യൂട്ടിക്ക് എത്തി. അതുണ്ടോ നമ്മൾ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി പോകണം. അവിടെ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഗേറ്റ്. അപ്പം ഇനി നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി വേറെയാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നെ ദിവസം പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, ബൈ.